നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ നമ്പർ 5 എനർജി ഫ്രം ദി ഓഷ്യൻസ്. ഓഷ്യൻസ് എങ്ങനെയാണ് നമുക്ക് എനർജി എടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. സോ എനർജി ഫ്രം ഓഷൻ ഇസ് എ ഫോം ഓഫ് നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സസ്. So the ocean covers 70% of the Earth's surface, means ocean is the world's largest solar energy collector and energy storage system. നമ്മൾ എടുത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മെജോറിറ്റി എന്തായിരിക്കും? ഓഷ്യൻ ആയിരിക്കും. സോ ആ ഒരു 70% ഓഷ്യനിൽ നമുക്ക് ചില ടൈപ്പ് ഓഫ് എനർജീസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എനർജീസ് നമുക്ക് അവൈലബിൾ ആണ്. ആ എനർജീസിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു എനർജി ക്രൈസിസിനെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇറ്റ് ഈസ് പോസിബിൾ ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഫ്രം ദ ഓഷ്യാനിക് തെർമൽ എനർജി പറ്റും. സോ വാട്ട് ഈസ് OTEC? OTEC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ എന്നാണ്. സോ ജാക്വസ് ആസ്നി ഡി ആസ്നോവൽ ഇൻ 1881 ഈ ഒരു മെത്തേഡ് പറയുന്നത്. ഓഷ്യനിലുള്ള എനർജി നമുക്ക് ട്രാപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി അതുപോലെ തന്നെ ഫ്രഷ് വാട്ടർ ഒക്കെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ഫസ്റ്റ് തന്നെ പറഞ്ഞത് ഈ ഒരു ആസ്നോവലായിരുന്നു. സോ അവിടെ എനർജി കൺവേർഷൻ നടക്കുന്നത് ഓഷ്യൻ സോളാർ റേഡിയേഷൻ ഇൻ ടു ഇലക്ട്രിക് പവറാണ്. സോ അവിടെ ഒരു സോളാർ റേഡിയേഷൻ മാത്രമല്ല, അവിടെ വേവ് എനർജി, ടൈഡൽ എനർജി ഒക്കെ ഉണ്ട്. സോ ഓഷ്യനിൽ നിന്ന് കിട്ടാൻ പറ്റുന്ന എല്ലാ ഫോംസ് ഓഫ് എനർജിയും നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇറ്റ്സ് എ റിന്യൂവബിൾ ഫോം ഓഫ് എനർജി. അതെന്താണ്? ക്ലീൻ ആണ്, അതുപോലെ തന്നെ ഗ്രീൻ പവറാണ്. ഒരു തരത്തിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള എഫക്ട്സും അവിടെ വരുന്നില്ല. ആൻഡ് ഹൈഡ്രോ എനർജി തെർമൽ കൺവേർഷൻ സിസ്റ്റം നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സോ മെയിനായിട്ട് നമ്മൾ ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷനിൽ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ എനർജി ഫ്രം ഓഷ്യനിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എനർജീസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ അതിൽ ഫസ്റ്റ് വൺ ആണ് ഹൈഡ്രോ പവർ. സോ ഹൈഡ്രോ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി അറിയാം എന്താണ്, സോളാർ റേഡിയേഷൻസ് വന്ന് വാട്ടർ ബോഡീസിലൊക്കെ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ നോർമലി അത് ഇവാപ്രേറ്റ് ആയിട്ട് വേപ്പേഴ്സായിട്ട് മുകളിലേക്ക് പോകുന്നു, പിന്നെ മേഘങ്ങളായിട്ട് മാറുന്നു. സോ ആ ക്ലൗഡ്സ് എന്നുള്ളത് കണ്ടൻസ് ചെയ്തിട്ടാണ് നമുക്ക് മഴയായിട്ട്, റെയിനായിട്ട് വീണ്ടും തിരിച്ചു വരുന്നത്. സോ അങ്ങനെയാണ് നമുക്ക് റിവർ ഉണ്ടാകുന്നത്. ആ ഒരു റിവേഴ്സിൽ നിന്ന് ഒരു ഭാഗം നമ്മൾ ഡാമായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. സോ അവിടെ നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാമെന്നറിയാം. സോ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുക എന്നുള്ളതിനെയാണ് നമ്മൾ ഹൈഡ്രോ പവർ എന്ന് മെൻഷൻ ചെയ്യുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് വേവ് എനർജി. ഓഷ്യൻ സർഫസിൽ എന്തുണ്ടായിരിക്കും? വേവ്സ് ജനറേറ്റ് ചെയ്യും. സോ എന്ത് കാരണമാണ് വേവ്സ് അവിടെ ഉണ്ടാകുന്നത്? കാറ്റടിക്കുന്ന കാരണം കൊണ്ട്, വിൻഡ് ഉണ്ടാകുന്ന കാരണം കൊണ്ടാണ് വേവ്സ് ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ അവിടെ വിൻഡ് ഉണ്ടാകുന്നത് എന്ത് റീസൺ കാരണം കൊണ്ടാണ്? സോളാർ എനർജികളുടെ ഡിഫറൻസ് കാരണം കൊണ്ടാണ് അവിടെ വിൻഡ് ഉണ്ടാകുന്നത്. സോ ഇവിടെ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി എന്താണ് അവിടെ എഫക്റ്റ് ചെയ്യുന്നത്? സോളാർ എനർജിയാണ് എഫക്റ്റ് ചെയ്യുന്നത്. സോ നമുക്ക് പറയാം ദി അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി ഈസ് സോളാർ എനർജി. സോ അതിൽ നിന്നുള്ള ഓരോ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള യൂസസ് ആണ് ഈ ഒരു ഓഷ്യൻ എനർജീസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഓഷ്യൻ തെർമൽ എനർജീസ് കൺവേർഷൻ. ഈ ഒരു ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ അല്ലെങ്കിൽ OTEC എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്, നമ്മൾ നോർമലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഓഷ്യൻ സർഫസിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പോണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സോളാർ റേഡിയേഷൻസ് വന്ന് ഹിറ്റ് ചെയ്യുന്ന ആ ഒരു പൊസിഷൻ, നമ്മൾ എക്സ്പോസ്ഡ് ആയിരിക്കുന്ന ആ ഒരു പൊസിഷനിൽ എന്തായിരിക്കും? ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതിന് തൊട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡെപ്തിലെടുത്ത് നോക്കിയാൽ എന്തായിരിക്കും? ടെമ്പറേച്ചർ കുറവായിരിക്കും. സോ അവിടെ ഒരു ചെറിയൊരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെയാണ് ഓഷ്യനിലും ഉണ്ടാകുന്നത്. കൂടുതൽ ഭാഗവും എന്താണ് ചെയ്യുന്നത്? ഈ ഒരു സോളാർ റേഡിയേഷന് നേരെയായിട്ടുണ്ടായിരിക്കും. കാരണം അവിടെ മരങ്ങളൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ, ഫുൾ ഓഷ്യൻ അല്ലേ. സോ ഒരു ഭാഗത്ത് എന്തായിരിക്കും? അത്രയും സോളാർ റേഡിയേഷൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നേരെ ഇങ്ങോട്ട് വരികയാണ്, ഈ ഒരു ഓഷ്യൻ്റെ സർഫസിലേക്ക് വരികയാണ്. സോ ആ ഒരു ഭാഗം, ആ ട്രോപ്പിക്കൽ ഏരിയാസ് എന്ത് ചെയ്യുന്നുണ്ട്? ഹീറ്റ് ആവുന്നുണ്ട്. പക്ഷേ അതിന് കുറച്ചൊന്ന് താഴെ പോയി കഴിഞ്ഞാൽ, ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ താഴെ പോയി കഴിഞ്ഞാൽ തന്നെ എന്തായിരിക്കും? ടെമ്പറേച്ചർ കുറവായിരിക്കും. സോ അപ്പർ സർഫസിൽ ഒരു 25 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 1 കിലോമീറ്റർ ഡെപ്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരിക്കുക 10 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. സോ എന്തായാലും അതിനേക്കാളും കൂടുതലായിട്ട് പോകില്ല. സോ അത്രയും ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് നമുക്ക് യൂസ് ചെയ്തൂടെ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഡി ആസ്നോവൽ ഫോർവേഡ് ചെയ്തത്. ആൻഡ് ദി ഫോർത്ത് ഫോം ഓഫ് എനർജി ഈസ് ടൈഡൽ എനർജി. ടൈഡ്സ്
വേലിയേറ്റം ഉണ്ടാവുന്നുണ്ട്. സോ ആ ഒരു വേലിയേറ്റം വെച്ചിട്ട്, ആ ഒരു ടൈറ്റ്സ് വെച്ചിട്ട് നമുക്ക് എനർജി ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അത് കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ വേവ് എനർജി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ മെയിനായിട്ട് ആ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ തെർമൽ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്യാം, ഒരു തെറ്റുമില്ല. സോ ഡ്യൂ ടു സോളാർ ഹീറ്റിംഗ് ദി ടോപ്പ് ലെയർ ഓഫ് ദി വാട്ടർ ഇസ് മച്ച് വാർമർ ദാൻ ദി ഡീപ്പ് ഓഷ്യൻ വാട്ടർ. ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് എത്ര ഉണ്ടായിരിക്കും? ഒരു 3 to 5 ഡിഗ്രി സെൽഷ്യസ് വരെ അവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടായിരിക്കും. സോ അതാണ് നമ്മളൊരു തെർമൽ മെഷീൻ റൺ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് OTEC സിസ്റ്റംസ് ഉണ്ട്. സോ ഇവിടെ ഒരു ഓൺ ഷോറിൽ നമ്മൾ ഈ ഒരു OTEC പ്ലാൻസ് ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ചില റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഒരു കോസ്റ്റൽ സോൺ അവിടെ അവൈലബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ സീ ഫ്ലോർ മസ്റ്റ് ഡിസെൻഡ് സഫിഷ്യൻ്റ്ലി റാപ്പിഡ്ലി ഫ്രം ദി ഷോർ ബേസ്ഡ് ഓൺ ദി പ്ലാൻ ലൊക്കേഷൻ. എന്തായിരിക്കണം? അതൊരു സീ ഷോർ കുറച്ച് ഡിസെൻറ്റ് ആയിട്ടായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ എന്തായിരിക്കണം? നമുക്ക് സീസണിൽ കിട്ടുന്ന ആ ഒരു വാം വാട്ടറിൻ്റെ എമൗണ്ട്, അവിടെ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. എങ്കിലാണ് നമുക്കൊരു സർട്ടൈൻ ക്രൈറ്റീരിയ അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ അതൊക്കെ ഏതൊക്കെ ടൈപ്സ് ഉണ്ടെന്നുള്ളത് നോക്കാം. സോ ഇവിടെ മെയിൻലി 4 ടൈപ്സ് ആണുള്ളത്. cloud open cycle and controlled flash evaporated open cycle, Anderson അല്ലെങ്കിൽ closed cycle, and the last one is hybrid systems. 4 ടൈപ്പ് ഉണ്ട്. നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ഓപ്പൺ സൈക്കിളിനെയും ക്ലോസ്ഡ് സൈക്കിളിനെയും ഹൈബ്രിഡ് സിസ്റ്റംസിനെയാണ് നമ്മൾ മെയിനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ അതിൽ മെയിനായിട്ടൊരു OTEC പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആ ഒരു വാം സർഫസിലുള്ള ഒരു വാം വാട്ടറിനെ എടുക്കാനായിട്ട് അവിടെ ഒരു റീജിയൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കോൾഡ് വാട്ടറിലും ഒരു റീജിയൻ ഉണ്ടായിരിക്കും. സോ ഇത് രണ്ടിനെയും കണക്ട് ചെയ്യുന്ന തരത്തിലാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. സോ ഇതിൻ്റെ കമ്പോണൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ മെയിനായിട്ടുള്ള കമ്പോണൻസ്, വൺ ഈസ് ഇവാപ്പറേറ്റർ. ഇവാപ്പറേറ്റർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുന്ന വാട്ടറിനെ ഹീറ്റ് ചെയ്തിട്ട് വാപ്പറേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട്, വേപ്പേഴ്സ് അവിടെ ഫോം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവാപ്പറേറ്റർ വെച്ചിരിക്കുന്നത്. സോ അവിടെ വേപ്പേഴ്സ് ഉണ്ടാവും. വേപ്പേഴ്സ് എന്താണ്? ഒരു ഭാഗത്ത് നിൽക്കും? ഇല്ല, അത് മൂവിങ് ആണ്. സോ നമ്മളതൊരു പൈപ്പിൽ കൂടെ എന്ത് ചെയ്യുകയാണ്? ഒരു ടർബൈനിക്ക് കടത്തിവിടുകയാണ്. സോ ടർബൈൻ എന്ത് ചെയ്യും? ഇവിടെ എനർജി കൺവേർഷൻ നടത്തും. സോ ആ ഒരു എനർജി എന്ത് ചെയ്യും? ജനറേറ്ററിക്ക് കൊടുക്കും. സോ ജനറേറ്ററിൽ നിന്ന് അവിടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. നമ്മളവിടെ വേപ്പേഴ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തു. സോ ഈ വേപ്പേഴ്സിൻ്റെ ആ ഒരു ഹീറ്റ് എന്തായിട്ടുണ്ടായിരിക്കും? കുറച്ചൊന്ന് ലെസ് ആയിട്ടുണ്ടായിരിക്കും. പക്ഷെ നമുക്കത് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? അവിടുന്ന് വന്ന ആ ഒരു റിമൈനിങ് ആയിട്ടുള്ള വാട്ടർ കണ്ടൻസർക്ക് കൊടുക്കുകയാണ്. സോ കണ്ടൻസർക്ക് പോകുന്ന സമയത്ത് കണ്ടൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, സോ അവിടെ കുറച്ച് ഹീറ്റ് ഉണ്ടായിരിക്കും. ആ ഒരു ഹീറ്റ് എന്ത് ചെയ്യും? നമ്മൾ കണ്ടൻസ് ചെയ്തിട്ട് വാട്ടറാക്കിയിട്ട് മാറ്റും. സോ ഇവിടെ ഫ്രഷ് വാട്ടർ ആണ് അല്ലേ? സോ ഒരു ഫ്രഷ് വാട്ടർ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഡീപ്പ് ഓഷ്യനിക്ക് നമുക്ക് കടത്തിവിടുകയും ചെയ്യും. സോ ഇത്തരത്തിൽ മെയിനായിട്ട് 4 കമ്പോണൻസ് ആണുള്ളത്: എവാപ്പറേറ്റർ, ടർബൈൻ, ജനറേറ്റർ ആൻഡ് കണ്ടൻസർ. സോ ഇതെല്ലാം മാറി മാറിയിരിക്കും. അവിടെ എങ്ങനെയാണ് ഇവാപ്പറേറ്റർ യൂസ് ചെയ്യുക, കണ്ടൻസർ യൂസ് ചെയ്യുക എന്നുള്ളത് ഡിപ്പെൻഡിങ് അപ്പോൺ ദി സർക്കംസ്റ്റാൻസസ് വേരി ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താണ്? കണ്ടൻസർ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഡയറക്റ്റ് കോണ്ടാക്ട് കണ്ടൻസർ ഉണ്ട്, സർഫസ് കണ്ടൻസർ ഉണ്ട്. സോ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ഡയഗ്രാം കൂടെ ചേഞ്ച് ചെയ്യും. സോ നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. സോ ഇവിടെ ഒരു ഓപ്പൺ സൈക്കിൾ സിസ്റ്റം അല്ലെങ്കിൽ ക്ലൗഡ് സൈക്കിൾ സിസ്റ്റം എന്ന് പറയുന്നത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സീ വാട്ടർ ആദ്യം എടുക്കും. സോ ഈ ഒരു സീ വാട്ടറിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ അതൊന്നും നമ്മുടെ ഇവാപ്പറേറ്ററിനെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡീഎറേറ്റർ എന്ന് പറയുന്ന ഒരു മെഷീനിക്ക് അതിനാദ്യം കടത്തിവിടും. സോ അതിനൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ജസ്റ്റ് സീ വാട്ടർ, ആ ഒരു വാം വാട്ടറിന് മാത്രം എന്ത് ചെയ്യാണ്? ഇവാപ്പറേറ്റർക്ക് കടത്തിവിടാണ്. സോ ഈ ഒരു വാം വാട്ടർ എന്ത് ചെയ്യും? ഒരു ലോ പ്രഷർ റീജിയനിക്കായിരിക്കും പോകുന്നുണ്ടായിരിക്കുക. സോ ഒരു ഇവാപ്പറേറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ലോ പ്രഷർ റീജിയനിലാണ്. സോ അവിടേക്ക് പോകും തോറും ഈ ഒരു വാം വാട്ടർ അവിടെ എത്തുമ്പോൾ എന്താവും? ഹീറ്റാവും, ബോയിലാവും. സോ ബോയിലായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് ചെയ്യും? വേപ്പേഴ്സ് ജനറേറ്റ് ചെയ്യും. സോ ആ ഒരു വേപ്പർ നേരെ പമ്പ് വഴി ടർബൈനിക്ക് കടത്തിവിടുകയാണ് ചെയ്യുക.
സോ അവിടെ നിന്ന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാം. So the next type of OTEC system is controlled flash evaporated open cycle system. So ഇതിന് ഓപ്പൺ സൈക്കിൾ എന്ന് പറയാനുള്ള റീസൺ പതിയെ നമുക്ക് മനസ്സിലാവും. സോ ഇതിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫ്രഷ് വാട്ടർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളിതിനെ യൂസ് ചെയ്യുന്നുണ്ട്. സോ അത്തരത്തിലുള്ള ഒരു ടൈപ്പാണ് ഈ ഒരു ഫ്ലാഷ് ഇവാപറേറ്റഡ് സൈക്കിൾ സിസ്റ്റം. സോ തേർഡ് വൺ ഇസ് ആൻഡേഴ്സൺ അല്ലെങ്കിൽ ക്ലോസ്ഡ് സൈക്കിൾ സിസ്റ്റം. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമ്മൾ ആ ഒരു വാം വാട്ടറിനെ ഹീറ്റ് ചെയ്തിട്ട് വേപ്പേഴ്സിനെ ടർബൈനിലേക്ക് കടത്തിവിടാതെ ആ ഒരു വാം വാട്ടർ യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും വേറെ മെറ്റീരിയൽ ഒരു വർക്കിംഗ് ഫ്ലൂയിഡ് വേപ്പറൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അവിടെ എന്തായിരിക്കണം, പെട്ടെന്ന് വേപ്പറൈസ്ഡ് ആവുന്ന ഏതെങ്കിലും ഒരു എലമെൻ്റ് ആയിരിക്കണം എടുക്കുന്നുണ്ടായിരിക്കുക. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലോ ബോയിലിംഗ് പോയിൻ്റുള്ള അമോണിയ അല്ലെങ്കിൽ പ്രൊപ്പെയിൻ ഇതൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഇതെന്ത് ചെയ്യും, അവിടെ കൂടുതലായിട്ട് വേപ്പേഴ്സ് ജനറേറ്റ് ചെയ്യും. സോ ആ ഒരു വേപ്പേഴ്സാണ് ടർബോ ജനറേറ്ററിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഹൈബ്രിഡ് സിസ്റ്റംസ്. സോ എന്തായിരിക്കും, ഈ ഒരു ക്ലോസ്ഡ് സൈക്കിളിൻ്റെയോ ഓപ്പൺ സൈക്കിളിൻ്റെയോ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഈ ഒരു ഹൈബ്രിഡ് സിസ്റ്റംസ് ഉണ്ടായിരിക്കുക. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മൂന്നൊരു ടൈപ്പാണ്: ക്ലോസ്ഡ് സൈക്കിൾ ആൻഡ് ഓപ്പൺ സൈക്കിൾ ആൻഡ് ഹൈബ്രിഡ് സൈക്കിൾ. സോ ഇതിൽ ഓപ്പൺ സൈക്കിളിൻ്റെ ഫിഗർ ഇതാണ് വരുന്നുണ്ടായിരിക്കുക. സോ വാം വാട്ടറിനെ എന്ത് ചെയ്യും, ഈ ഒരു ഇവാപറേറ്റർ കളക്ട് ചെയ്യും. സോ ഇതിന് മുന്നേ ഒരു ഡീഎറേറ്റർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആണ്. സോ ഇവാപറേറ്ററിന് അധികം കേടുപാടുകളൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഞാനത് മെൻഷൻ ചെയ്തിട്ടില്ല. അവിടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗർ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഓക്കെയാണ്. സോ ഒരു വാം വാട്ടർ ആദ്യം ഈ ഒരു ഇവാപറേറ്റർക്ക് കൊടുത്തു വിട്ടതിന് ശേഷം അവിടെ എന്ത് ചെയ്യും, ലോ പ്രഷറിലാണ് വെച്ചിരിക്കുന്നത്. സോ ലോ പ്രഷർ സ്റ്റീം അവിടെ ജനറേറ്റ് ചെയ്യും. കാരണം എന്താണ്, അവിടെ ഒരു വാം വാട്ടർ ആ ലോ പ്രഷർ സിസ്റ്റംസിൽ പെട്ടെന്ന് ബോയിലാവും. സോ ലോ പ്രഷർ സ്റ്റീം നേരെ ഒരു സ്റ്റീം ടർബൈനിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ ഇവാപറേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ഉണ്ടായിരിക്കും. കാരണം ഒരു പോർഷൻ മാത്രമേ ചിലപ്പോൾ ഇവാപറേറ്റ് ആയിട്ടുണ്ടായിരിക്കുള്ളൂ. അവിടെ ഇവാപറേറ്റഡ് ആയിട്ടുള്ള വാട്ടറിനെ തിരിച്ച് ഓഷനിൽ തന്നെ കടത്തിവിടും. എന്നിട്ട് ഈ ഒരു സ്റ്റീം ടർബൈനിലേക്ക് വരുന്ന ഈ ഒരു സ്റ്റീം എന്ത് ചെയ്യും, അതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ജനറേറ്ററിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. എന്നിട്ട് ബാക്കി വന്ന ആ ഒരു സ്റ്റീം കണ്ടൻസറിലേക്കായിരിക്കും പാസ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ കണ്ടൻസറിൽ എന്തായിരിക്കും, ഈ ഒരു ഡീപ്പ് ഓഷനിൽ നിന്ന് എടുത്ത വാട്ടർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സോ ഡീപ്പ് ഓഷൻ എന്നുള്ള വാട്ടർ എന്താണ്, വളരെ കോൾഡ് വാട്ടറാണ്. സോ നല്ല ചൂടുള്ള സ്റ്റീം ഈ ഒരു കോൾഡ് വാട്ടറായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആ ഒരു സ്റ്റീം കണ്ടൻസ് ആവും അല്ലേ. അതൊന്ന് തണുത്തിട്ട് വാട്ടറായിട്ട് മാറും. എന്നിട്ട് നേരെ ഓഷ്യനിക്ക് കടത്തിവിടും. ഇത്തരത്തിൽ ഒരു ഓപ്പൺ സൈക്കിളായിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. കാരണം ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങി മറ്റൊരു ഭാഗത്തേക്ക് ഇതേപോലെ കൊടുക്കുന്നു. എന്ത് ചെയ്യുന്നില്ല, ഒരു കണക്ഷൻ വരുന്നില്ല. ഇവിടെ തുടങ്ങി വേറൊരു ഭാഗത്ത് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. സോ ഒരു ഓപ്പൺ സൈക്കിളിൻ്റെ സ്ട്രക്ചർ ആയത് കാരണം കൊണ്ടാണ് ഇതിനെ ഓപ്പൺ സൈക്കിൾ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്യുന്നത്. ആൻഡ് ദി സെക്കൻഡ് ടൈപ്പ് ഇസ് ദി ക്ലോസ്ഡ് സൈക്കിൾ. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇതേപോലെ വാം വാട്ടർ ഒരു 28 ഡിഗ്രി സെൽഷ്യസിലുള്ള വാം വാട്ടർ ഇവാപറേറ്ററിലേക്ക് കടത്തിവിടുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, സർഫസ് വാട്ടർ ഡിസ്ചാർജ് ഉണ്ടാവുന്നുണ്ട്. സോ ഇവാപറേറ്റഡ് ആയിട്ടുള്ള വാട്ടർ കൊടുത്തു. ഇനി ഇവാപറേറ്റഡ് ആയിട്ടുള്ള വാട്ടറിന് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഇവാപറേറ്ററിൽ ഒരു ലോ ബോയിലിംഗ് പോയിന്റിലുള്ള അമോണിയ കൊടുത്തിട്ടുണ്ടായിരിക്കും. വാം വാട്ടർ എന്നുള്ള ഒരു സ്റ്റീം എന്ത് ചെയ്യാണ്, ആ ഒരു അമോണിയനെ ഇവാപറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഹൈ പ്രഷർ അമോണിയ ടർബൈനിക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. സോ ടർബൈൻ അതിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യും. സോ അവിടെ ഒരു ഇലക്ട്രിക്കൽ പവർ ജനറേറ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ ബാക്കി വരുന്ന അമോണിയ അതെന്തായിരിക്കും, ലോ പ്രഷർ അമോണിയാണ്. സോ ഹൈ പ്രഷർ അമോണിയ ഈ ടർബൈനെ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം അതെന്തായി മാറുന്നുണ്ട്, ലോ പ്രഷർ അമോണിയയായിട്ട് മാറുന്നുണ്ട്. ആ വേപ്പേഴ്സിനെ നമ്മൾ തിരിച്ച് കണ്ടൻസറിലേക്ക് കടത്തിവിടും. സോ അതിൻ്റെ ടെമ്പറേച്ചർ എത്തിയിരിക്കും, ജസ്റ്റ് 10 ഡിഗ്രി സെൽഷ്യസേ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കുള്ളൂ. സോ ഒരു കണ്ടൻസറിൽ ഈ ഒരു കൂൾ ഡീപ്പ് വാട്ടർ ഫ്രം ഓഷ്യൻ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സോ ഒരു 5 ഡിഗ്രി സെൽഷ്യസിലുള്ള കോൾഡ് വാട്ടർ അവിടെയുണ്ട്. സോ ഈ ഒരു കോൾഡ് വാട്ടറായിട്ട് ഈ ഒരു അമോണിയയ്ക്ക് ഇൻട്രാക്ഷൻ സംഭവിക്കുമ്പോൾ അതെന്തായിരിക്കും, അതിൻ്റെ ടെമ്പറേച്ചർ കുറയുകയും വേപ്പറിനെ കണ്ടൻസ് ചെയ്തിട്ട് ലിക്വിഡാക്കി മാറ്റുകയും ചെയ്യും. സോ ഇവിടെ എന്തുണ്ടാവും, ലിക്വിഡ് അമോണിയ ആയിരിക്കും ഫോം ചെയ്യേണ്ടായിരിക്കുക. ഈ ഒരു വേപ്പർ അമോണിയ മാറിയിട്ട് അവിടെ ലിക്വിഡ് അമോണിയ ആയിട്ട് മാറും. ആ ഒരു ലിക്വിഡ് അമോണിയ തിരിച്ച് ഇവാപറേറ്ററിലേക്ക് തന്നെ കടത്തിവിടും.
സോ ഓൺലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടുന്ന് വരുന്ന വാം വാട്ടറിനെ ഹീറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ അവിടെ ഈ ഒരു അമോണിയ എന്ത് ചെയ്യാണ്, സർക്കിൾ ചെയ്യുക ചെയ്യുന്നത്. സോ ഒരു അമോണിയ ഒരു സൈക്കിൾ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ലിക്വിഡ് അമോണിയ വേപ്പേഴ്സ് ആവുന്നു, ഇവിടെ കണ്ടൻസർ എന്ത് ചെയ്യുന്നു, വേപ്പർ ലിക്വിഡ് ആവുന്നു, വീണ്ടും നമ്മളത് ഇവാപറേറ്ററിലേക്ക് കടത്തി വിടുന്നു, അതിനെ വീണ്ടും വേപ്പേഴ്സ് ആക്കി മാറ്റുന്നു, കണ്ടൻസർ. അങ്ങനെ ഒരു സൈക്കിൾ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടെയുള്ള ഒരു 5 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ കൊടുത്ത ഒരു ഡീപ്പ് വാട്ടർ ഇതായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഡീപ്പ് വാട്ടറിന് എന്തായിരിക്കും, കുറച്ചൊരു ടെമ്പറേച്ചർ കൂടും. സോ ഒരു 5 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് ഒരു 8 ഡിഗ്രി സെൽഷ്യസ് ആവും. അത് വീണ്ടും നമ്മൾ ഓഷ്യനിലേക്ക് തന്നെ കടത്തിവിടും. സോ ഓഷ്യനിൽ എന്താണ്, തണുത്ത വെള്ളമാണ്. സോ അവിടെ എന്ത് ചെയ്യും, ആ ഒരു വാട്ടറായിട്ട് ഇൻട്രാക്ട് ചെയ്യും, വീണ്ടും കോൾഡ് വാട്ടർ. ഇങ്ങനെ ഒരു കോൾഡ് വാട്ടർ സൈക്കിളും ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഒരു ക്ലോസ്ഡ് സൈക്കിളായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഇതിനെ എന്ത് മെൻഷൻ ചെയ്യാം, ഒരു ക്ലോസ്ഡ് സൈക്കിൾ സിസ്റ്റം എന്നുമായിട്ട് മെൻഷൻ ചെയ്യാം. അല്ലെങ്കിൽ ഇതിനെ പറയുന്ന വേറൊരു പേരാണ് ആൻഡേഴ്സൺ ക്ലോസ്ഡ് സൈക്കിൾ സിസ്റ്റം. സോ ആൻഡേഴ്സൺ എന്ന് പറയുന്ന ഒരാളാണ് ഇത് ഡിസൈൻ ചെയ്തത്. അത് കാരണം കൊണ്ടാണ് ഇതിനെ ആൻഡേഴ്സൺ സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ സൈക്കിൾ സിസ്റ്റത്തിന് ക്ലൗഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്യാനുള്ള റീസൺ അത് ഡിസൈൻ ചെയ്ത ആളിന് ഹോണറായിട്ടാണ്. ദെൻ ഹൈബ്രിഡ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി എന്താണ്, ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ സൈക്കിൾ സിസ്റ്റംസിൻ്റെ ഒരു കോമ്പിനേഷനാണ്. സോ ഇതാണ് അതിൻ്റെ ഫിഗർ വരിക. സോ ഇതിൽ എന്തുണ്ട്, ഓപ്പൺ സൈക്കിളും ഉണ്ട്, അതുപോലെ തന്നെ ക്ലോസ്ഡ് സൈക്കിളും അവിടെ ഉണ്ടായിരിക്കും.